തെരുവ് നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമായതോടെ പ്രയാസത്തിലായിരിക്കുകയാണ് കൊടിയത്തൂർ പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം കുറുക്കൻ്റെ കടിയേറ്റ ഒരു വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടിയത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യം രൂക്ഷമായതോടെ ജനങ്ങൾ പ്രയാസത്തിലായിരിക്കുന്നത്. കൊടിയത്തൂർ, കോട്ടമുഴി, പന്നിക്കോട്, പഴമ്പറമ്പ്, വെസ്റ്റ് കൊടിയത്തൂർ, കാരക്കുറ്റി, തടായി, കാരാട്ട് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇവയുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പുഴതീരങ്ങളും ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചാണ് തെരുവ് നായ്ക്കൾ കൂട്ടമായി തമ്പടിക്കുന്നത്. അതേസമയം വയലുകളിലും പൊന്തക്കാടുകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും കുറുക്കന്മാരും സജീവമാണ്. മുൻകാലങ്ങളിൽ രാത്രികാലങ്ങളിൽ മാത്രം കണ്ടിരുന്ന കുറുക്കന്മാർ ഇപ്പോൾ എണ്ണം വർദ്ധിച്ചതോടെ പകൽ സമയങ്ങളിൽ പോലും ഇടവഴികളിൽ നിർഭയം വിലസുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. കുട്ടികളടക്കമുള്ളവർക്കും വളർത്തുമൃഗങ്ങൾക്കും കോഴികൾക്കും ഇവ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം കുറുക്കൻ്റെ കടിയേറ്റ് ഒരു വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് കൊടിയത്തൂരിലെ 2 വീടുകളിൽ നിന്നായി 10ഓളം വളർത്തുകോഴികളെയാണ് തെരുവ് നായ്ക്കൾ പിടികൂടിയത്. കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യവും നിലവിലുണ്ട്. തെരുവുനായ കുറുക്കൻ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് കൂട്ടപ്പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.